സ്റ്റീഫൻ ഹോക്കിങ്ങിനെക്കുറിച്ച് സങ്കീർണമായ ഗണിത സമീകരണങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാനും അവ നിർദ്ധാരണം ചെയ്തെടുക്കുവാനും സ്റ്റീഫന് അസാമാന്യ കഴിവുണ്ടായിരുന്നു. ഒരിക്കൽ സ്റ്റീഫൻ 40ഓളം പേജ് വരുന്ന സമീകരണങ്ങൾ തൻ്റെ സെക്രട്ടറിക്ക് ഓർമ്മയിൽ നിന്ന് പറഞ്ഞു കൊടുത്തു എഴുതിപ്പിക്കുകയുണ്ടായി. 24 മണിക്കൂർ കഴിഞ്ഞ് സ്വയം വരുത്തിവെച്ച ഒരു തെറ്റ് സ്റ്റീഫൻ തൻ്റെ സെക്രട്ടറിയെ വിളിച്ച് തിരുത്തുകയുണ്ടായി. അതിശയിപ്പിക്കുന്ന ഈ ഓർമ്മശക്തി സ്റ്റീഫൻ്റെ മറ്റെല്ലാ ശാരീരിക കുഴപ്പങ്ങളെയും മറികടക്കുന്നതായിരുന്നു. മറ്റൊരവസരത്തിൽ കൽടെക് സർവകലാശാലയിൽ സ്റ്റീഫൻ ഒരു സഹായിയുടെ സഹായത്താൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ചെറിയ ശബ്ദത്തിൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അനങ്ങാൻ കഴിയാതെ സ്റ്റീഫൻ സഹായിക്ക് കാര്യങ്ങൾ കൈമാറി. ഈ ക്ലാസ്സിൽ വെച്ച് കുറേ വരികളുള്ള ഒരു സമീകരണം സ്റ്റീഫൻ തൻ്റെ മെമ്മറിയിൽ നിന്ന് സഹായിക്ക് കൈമാറി. സഹായി ഇത് പൂർണ്ണമായും ബോർഡിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരാൾ സ്റ്റീഫൻ വിട്ടുപോയ ഒരു വരിയെക്കുറിച്ച് പറഞ്ഞു. മറ്റാരുമായിരുന്നില്ല, 1964 മൗലിക കണങ്ങളുടെ തരംതിരിക്കലിനും പാരസ്പര്യത്തിനും നോബൽ സമ്മാനം കരസ്ഥമാക്കിയ മുറേ ജെൽമാൻ ആയിരുന്നു.